ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇൻഫോംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. ഇനി വരുന്ന ദിവസങ്ങളിൽ SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല സബ്ജക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് 10ാം സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ്. അത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ പാർട്ടാണ്. അടുത്ത രണ്ടാമത്തെ പാർട്ട് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യും. കുറച്ച് പെയിൻറ്റിംഗ് ഉണ്ട്, അതെല്ലാം അപ്ലോഡ് ചെയ്യാം. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ടാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ പെയിൻറ്റിംഗ് ആവുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻകാല ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ബൾബിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിക്സിയിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഹീറ്ററിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായ ശേഷം താപോർജ്ജമാകുന്നതിന് ഉദാഹരണം ഇൻഡക്ഷൻ കുക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. സി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് യൂണിറ്റ് വോൾട്ട്. അടുത്തത്, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള വൈദ്യുത ഉപകരണം വോൾട്ട് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓം. ഓം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംബിയർ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് ബൾബിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. മിക്സിയിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഹീറ്ററിലെ ഊർജ്ജം വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായ ശേഷം താപോർജ്ജമാകുന്നതിന് ഉദാഹരണമാണ് ഇൻഡക്ഷൻ കുക്കർ. അതിൽ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള വൈദ്യുത ഉപകരണം വോൾട്ട് മീറ്റർ. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംബിയർ. അടുത്ത ക്വസ്റ്റ്യൻ, H=I²RT എന്നതിലൂടെ സൂചിതമാക്കപ്പെടുന്ന നിയമം ഏത്? ഏത് നിയമമാണ്? ജൂൾ നിയമം. ജൂൾ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂൾ. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? വൈദ്യുത പ്രവാഹ തീവ്രത, പ്രതിരോധം, സമയം, വോൾട്ടേജ്. ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എന്തു വിളിക്കും? വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് ഹീറ്റർ. അടുത്തത്, വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേര്? ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരം നിക്രോം. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. H=I²RT എന്നതിലൂടെ സൂചിതമാക്കുന്ന നിയമം ജൂൾ നിയമം. ജൂൾ നിയമം ആവിഷ്കരിച്ച ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റാണ് ജൂള്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും? വൈദ്യുത പ്രവാഹ തീവ്രത, പ്രതിരോധം, സമയം, വോൾട്ടേജ്. ഒരു കലോറിയിൽ നിന്ന് എത്ര ജൂളാണ്? 4.2 ജൂൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എന്ത് വിളിക്കും? വൈദ്യുത താപന ഉപകരണങ്ങൾ. വൈദ്യുത താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ഇസ്തിരിപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് ഹീറ്റർ. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ
ഏതെല്ലാമാണ്? മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ. വൈദ്യുത താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരം നിക്രോം. ഒരു സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള സംവിധാനം സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ടിന്ന്, ലെഡ്. സർക്യൂട്ടിലെ വ്യത്യസ്തമായ ടെർമിനലുകൾ തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നത് എന്ത് വിളിക്കും? ഷോർട്ട് സർക്യൂട്ട്. സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് എന്ത് പറയും? ഓവർ ലോഡിംഗ്. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജം വൈദ്യുത പവർ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ലാമ്പുകൾ LED ബൾബ്. സാധാരണ വോൾട്ടേജിൽ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നതിനാൽ ഫിലമെൻ്റ് ലാമ്പുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ. ലാമ്പുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ഉപയോഗം കുറയാൻ കാരണം വൈദ്യുതോർജ്ജത്തിൻ്റെ താപനഷ്ടം. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകളുള്ള ലാമ്പുകൾ അറിയപ്പെടുന്നത് ഡിസ്ചാർജ് ലാമ്പുകൾ. CFL എന്നതിൻ്റെ പൂർണ്ണരൂപം കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. CFL ബൾബുകളുടെ പോരായ്മ കൂടുതൽ പരിസര മലിനീകരണം. മറ്റു ലാമ്പുകളേക്കാൾ കുറഞ്ഞ വൈദ്യുത പ്രവാഹത്തിൽ പ്രവർത്തിച്ച് കൂടുതൽ പ്രകാശം തരുകയും മെർക്കുറി ഉപയോഗിക്കാത്തതിനാൽ പരിസ്ഥിതിക്കു ഹാനികരമല്ലാത്തതുമായ ബൾബ് LED ബൾബ്. LEDയുടെ പൂർണ്ണരൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാന ഡിസ്ചാർജ് ലാമ്പുകൾ. കോഡ് ഇതാണ്. പ്രധാന ഡിസ്ചാർജ് ലാമ്പുകൾ പഠിക്കുന്ന കോഡ് CFL 6. ഇതിൽ C എന്ന് പറയുന്നത് സോഡിയം വേപ്പർ ലാമ്പിനെ സൂചിപ്പിക്കുന്നു. F എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പ്. L എന്നത് CFL. 6 എന്നുള്ളത് ആർക്ക് ലാമ്പ്. പ്രധാനപ്പെട്ട ഡിസ്ചാർജ് ലാമ്പുകൾ പഠിക്കുന്ന കോഡ് CFL 6. C ഫോർ സോഡിയം വേപ്പർ ലാമ്പ്, F ഫ്ലൂറസെൻ്റ് ലാമ്പ്, L എന്ന് പറയുന്നത് CFL, 6 എന്നുള്ളത് ആർക്ക് ലാമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നിക്രോമിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? നിക്രോമിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? നിക്രോമിലെ ഘടകമൂലകങ്ങൾ പഠിക്കാനുള്ള കോഡാണ് നിക്രോം. ഇതിൽ NIC എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററാണ് നിക്രോം. അതിൽ N എന്ന് പറയുന്നത് നിക്കൽ, I എന്ന് പറയുന്നത് അയൺ, ക്രോം എന്ന് പറയുന്നത് ക്രോമിയം. അതാണ് നിക്രോം. നിക്രോമിലെ ഘടകമൂലകങ്ങൾ നിക്കൽ, അയൺ, ക്രോം. അടുത്ത ക്വസ്റ്റ്യൻ വസ്തുക്കളെ കാണാൻ ആവശ്യം വേണ്ട ഊർജ്ജരൂപമാണ് ഡാഷ് എന്നാണ് പ്രകാശം. വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഡാഷ് പ്രതിപതനം. പ്രകാശ പ്രതിപതനം. പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന കിരണങ്ങൾ പ്രതിപതന രശ്മി. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും ഡാഷായിരിക്കും തുല്യമായിരിക്കും. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് ഡാഷ് ക്രമപ്രതിപതനം. മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നതാണ് ഡാഷ് വിസരിത പ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ഡാഷ് ദർപ്പണങ്ങൾ. ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും ഡാഷ് തുല്യമായിരിക്കും. മുഖം നോക്കുന്ന കണ്ണാടി ഡാഷ് ദർപ്പണമാണ്. സമതല ദർപ്പണം. അപ്പോൾ പറഞ്ഞെന്താണ്? വസ്തുക്കളെ കാണാൻ ആവശ്യമുള്ള ഊർജ്ജരൂപമാണ് പ്രകാശം. വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നത് പ്രകാശ പ്രതിപതനം. പതനത്തിൽ തിരിച്ചു വരുന്ന കിരണങ്ങൾ പ്രതിപതന രശ്മികൾ. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും ഡാഷായിരിക്കും തുല്യമായിരിക്കും. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശരശ്മി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നത് ക്രമപ്രതിപതനം. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രതിപതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നത് വിസരിത പ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും ഡാഷായിരിക്കും തുല്യമായിരിക്കും. മുഖം നോക്കുന്ന കണ്ണാടി ഡാഷ് ദർപ്പണമാണ്. സമതല ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണമേത്? കോൺവെക്സ് ദർപ്പണം. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് ഡാഷ് വീക്ഷണ വിസ്തൃതി. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർധനം. വസ്തുവിൻ്റെ വലുപ്പത്തിന് എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലുപ്പമെന്ന് സൂചിപ്പിക്കുന്നതും ആവർധനം.
ഒബ്ജക്റ്റ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കാം. എന്താണ് റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്ന ദർപ്പണം? കോൺവെക്സ് ദർപ്പണം. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതം ആവർത്തനം. വസ്തുവിൻ്റെ വലിപ്പത്തിന് എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പമെന്ന് സൂചിപ്പിക്കുന്നതും ആവർത്തനം. ഒബ്ജക്റ്റ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഉപകാരം തോന്നുന്നു ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടിട്ട് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.